ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അനന്തനും മുകുന്ദനും അർച്ചനയോട് പറയുന്നുണ്ട്, അച്ചും രുക്കും ഈ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ ഞങ്ങൾ അവരെ തടയും. ഇനി അതല്ല, ചേച്ചിക്ക് അവരെ കയറ്റണമെന്നുണ്ടെങ്കിൽ കേട്ടിക്കോ, ആ നിമിഷം ഞാനും ഏട്ടനും ഇവിടുന്ന് ഇറങ്ങുമെന്ന് മുകുന്ദൻ പറയുന്നുണ്ട്. അത് കേട്ട് അർച്ചന എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചുവും രുക്കും കൂടി വരുന്നത്. അച്ചുവും രുക്കും വീട്ടിലേക്ക് കയറുമ്പോൾ അനന്തനും മുകുന്ദനും അവരെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത്, ആരാണ് നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാതെ അച്ചു പറയുന്നുണ്ട്, എന്റെ ഭാര്യയാണ് രുക്കോ, ഞങ്ങൾ ഇവിടെ താമസിക്കാനായി വന്നതാണെന്ന് പറയുമ്പോൾ അനന്തനും മുകുന്ദനും അത് പറ്റില്ല, നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ തന്നെ പൊയ്ക്കോ എന്ന് പറയാണ്. എന്നാൽ മഞ്ജു അർച്ചനയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി നിലവിളക്കും കത്തിച്ചുകൊണ്ട് രുക്കുവിനെ സ്വീകരിക്കാനായി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ മഞ്ജുവിനെ തടഞ്ഞ് അനന്തൻ ആ നിലവിളക്ക് തട്ടി താഴെയിടുകയാണ്. പിന്നീട് രുക്കുവിനെ വിളിച്ചുകൊണ്ട് അച്ചു അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോഴും രുക്കു പറയുന്നുണ്ട്, അച്ചു നമ്മൾ എങ്ങോട്ട് പോവാനാണ്, നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതൊന്നല്ല, നീ എന്നെ താലി കെട്ടിക്കൊണ്ടുവന്നതാണ്. എന്റെ ഏട്ടന്മാർക്കുള്ള അവകാശം തന്നെ എനിക്കും നിനക്കും ഇവിടെയുണ്ട്. ഇവിടെ 4 സഹോദരങ്ങൾക്കും ഒരുപോലെ അവകാശമുണ്ട്. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ താമസിക്കും. നിലവിളക്കോ ആരതിയോ ഒന്നും വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഉള്ളിലേക്ക് കയറാമെന്ന് പറയുമ്പോ അച്ഛനെ പറയുന്നുണ്ട്, നിൽക്ക് എന്ന് പറഞ്ഞ് ചിന്നുവിനോട് എണ്ണയും തീപ്പെട്ടിയും എടുത്തിട്ട് വരാൻ പറയാണ്. എന്നിട്ട് ആ നിലവിളക്കും കത്തിച്ചുകൊണ്ട് അർച്ചന രുക്കുവിന്റെ അടുത്ത് പോയി ഇത് വാങ്ങ് എന്ന് പറയുന്നുണ്ട്. ചുവിനപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ടെങ്കിലും രുക്കു അത് വാങ്ങാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ നിന്നും ഞാൻ നിലവിളക്ക് വാങ്ങില്ല പറയുമ്പോ അച്ചുവും അർച്ചനയും എല്ലാവരും തന്നെ ഒരുപോലെ ഷോക്കാവുന്നുണ്ട്. അഞ്ജുവിനാണെങ്കിൽ ഇത് കണ്ട് ആകെ സന്തോഷാവുകയാണ്. പിന്നീട് രുക്കു പറയുന്നുണ്ട്, ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങില്ല, ചേച്ചി നേരത്തെ സമ്മതിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാനും ഇവനും ചേച്ചിയോട് കരഞ്ഞ് അപേക്ഷിച്ചതാണ്, ചേച്ചി പക്ഷേ അതിന് സമ്മതിച്ചില്ല. ഉള്ളിലാണ് ചേച്ചി വെളിച്ചം വേണ്ടത്, അല്ലാതെ പുറത്തല്ല എന്നൊക്കെ രുക്കു പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സീതമ്മ വരികയാണ്. പിന്നീട് സീതമ്മ വന്ന് വിളക്ക് കൊടുത്ത് രുക്കുവിനോട് വലതുകാൽ വെച്ച് ഉള്ളിലേക്ക് കയറാൻ പറയുകയാണ്. വളരെ സന്തോഷത്തോടെ സീതമ്മയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങിച്ച് അച്ഛനെയെ നോക്കി പരിഹസിച്ചുകൊണ്ട് രുക്കു അകത്തേക്ക് കയറുകയാണ്. അച്ഛനക്ക് ഇതെല്ലാം കണ്ട് ആകെ സങ്കടാവുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയ വിജയ് ശങ്കറും സത്യനും ഇന്ദ്രയെയും വിമലയെയും അടിക്കുകയാണ്. നിങ്ങൾ കാരണം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്, നിങ്ങളൊന്ന് അവളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അവളുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോ ചന്ദ്രയും വിമലയും പറയുന്നുണ്ട്, ഇങ്ങനെയെല്ലാം നടന്നതിന് ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. സത്യനപ്പ പറയാണ്, ഇങ്ങനെ നമ്മളെല്ലാം നാണം കെടുത്തി അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണ്ട, എന്നെയും അവളെയും ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോ വിമല പറയുന്നുണ്ട്, സത്യേട്ട അതിനൊന്നും നിൽക്കാതെ വെറുതെ മണ്ടത്തരങ്ങൾ ചെയ്യരുതെന്ന് പറയാണ്. ഇന്ദ്രപ്പ പറയുന്നുണ്ട്, രുക്കുവിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, നമ്മുടെ മുഖത്തടിച്ചില്ലേ അതിലും വലിയ അടി അവന് കിട്ടണം, അത് രുക്കുവിലൂടെ തന്നെ ഉപേക്ഷിച്ച് രുക്കു ഇങ്ങോട്ട് വരും, ഞാൻ ഈ ചന്ദ്ര കൊണ്ടുവരും, എനിക്കൊരു 3-4 മാസത്തെ സമയം തന്നാൽ മതിയെന്ന് പറയാണ്. ഇതിനൊപ്പം പറയുന്നുണ്ട്, അവന്റെ കൊച്ചിനെയും വയറ്റിൽ കൊണ്ടു നടക്കുന്ന അവളെ ഇനി നമുക്ക് എന്തിനാണെന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അതിലെനിക്ക് സംശയമുണ്ട്, ഗർഭിണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അവരുടെയും മുന്നിൽ വെച്ച് അവളപ്പോ അങ്ങനെ തുറന്നു പറഞ്ഞതാണെന്ന് തോന്നുന്നു, സത്യം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് ചന്ദ്ര തീരുമാനിക്കുകയാണ്. പിന്നീട് സീതമ്മയും അർച്ചനയും കൂടി സംസാരിക്കുന്നുണ്ട് പുറത്തു വെച്ച്. സീതമ്മ അർച്ചനയോട് പറയുന്നുണ്ട്, അപ്പൊ അവൾ അങ്ങനെ ചെയ്തതൊന്നും നീ കാര്യമാക്കണ്ട, കല്യാണ മണ്ഡപത്തിലും പ്രശ്നങ്ങൾ, ഇവിടെ വന്നപ്പോഴും പ്രശ്നങ്ങൾ, അതിന്റെ ഒരു ടെൻഷനിൽ അവൾ അങ്ങനെയെല്ലാം പറഞ്ഞതാണ്, നീ അത് കാര്യമാക്കാതെ, അവളൊരു ചെറിയ കുട്ടിയല്ലേ, ഇനി നിന്റെ അനിയത്തിയാണ് അവൾ, നാളെ അച്ചുവിനേക്കാൾ നിന്നെ സ്നേഹിക്കാൻ പോകുന്നത് രുക്കു ആയിരിക്കും, നീ വിഷമിക്കാതിരിക്കെ, നീ അതെല്ലാം മറന്നേക്ക്, എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് സീതമ്മ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് അർച്ചന സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അച്ചുവും രുക്കുവും അച്ചുവിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. രുക്കു എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ ഇതാണല്ലേ എന്റെ സാമ്രാജ്യം. രുക്കു പറയുമ്പോ അച്ചു ചോദിക്കുന്നുണ്ട്, ഈ 3/4 മണിക്കൂറിനുള്ളിൽ എന്തെല്ലാം സംഭവിച്ച് എനിക്കൊന്നും അറിയുന്നില്ല എന്ന് പറയാണ്. രുക്കു പറയുന്നുണ്ട്, ഓഡിറ്റോറിയത്തിൽ മുത്തശ്ശനും ഇവിടെ മുത്തശ്ശിയുമാണ് നമ്മളെ രക്ഷിച്ചത്. രുക്കു പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, ചേച്ചിക്ക് നല്ല വിഷമമുണ്ട് പറയുമ്പോ രുക്കു ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ എന്റെ വിഷമത്തെ പറ്റി നിനക്ക് ഒരു സങ്കടവുമില്ലേ, അച്ഛന് ചേച്ചി സങ്കടപ്പെട്ടാൽ ഇവിടെ ആശ്വസിപ്പിക്കാൻ എത്ര പേരുണ്ട്, എനിക്കാരുണ്ട്, എനിക്കിനി നീ മാത്രമല്ലേ ഉള്ളൂ അച്ചു എന്ന് രുക്കു പറയുമ്പോ അച്ചു രുക്കുവിനെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് രുക്കു ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി ഗൃഹപ്രവേശം നടത്താത്തതിൽ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ അച്ചു എന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് വിളക്ക് വാങ്ങാതിരുന്നതെന്ന് രുക്കു അപ്പ പറയുന്നുണ്ട്. പാട്ടുവീട്ടിലേക്ക് ഏത് വിധേനയും ഏറിപ്പറ്റാൻ കാത്തിരുന്നവളാണെന്ന് ചേച്ചിക്ക് തോന്നാൻ പാടില്ല, അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മാര് തടഞ്ഞപ്പോൾ തന്റെ ഇടത്തോടെ അച്ചു എന്റെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കയറണമായിരുന്നു, അച്ചു അവിടെ ധൈര്യം കാണിക്കാമായിരുന്നു, പക്ഷേ കാണിച്ചില്ല. രുക്കു പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ലോ ഇന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം നടന്നത്,
പക്ഷെ ഞാനാകെ വല്ലാണ്ടായത് ആ മണ്ഡപത്തിൽ വെച്ചാണ് നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ ഷോക്കായി പോയി. ചേച്ചിയാണെങ്കിൽ ആകെ വിളറിപ്പോയി. എന്തു പണിയാണ് നീ കാണിച്ചത്? എന്തിനാണ് നീ അങ്ങനെ കള്ളക്കഥ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. അപ്പോ ആ വഴിയല്ലാതെ എന്റെ മനസ്സിൽ വേറൊന്നും കണ്ടില്ല. ഞാൻ അവിടെ വെച്ച് ജീവൻ ഒടുക്കണമായിരുന്നോ? ചേച്ചിയുടെ മുന്നിൽ നിന്റെ ഇമേജിന് ക്ഷീണം പറ്റി. ഇതെല്ലാമല്ലേ നിന്റെ പ്രശ്നം? ഇനിയും നിനക്ക് വലുത് ഞാനാണോ അത് നിന്റെ ചേച്ചിയാണോ എന്ന് രുക്കു ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, വേണ്ട, ആ വിഷയം സംസാരിക്കണ്ട എന്ന് പറയാണ്. രുക്കു അപ്പോൾ ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അപ്പൊ ഞാനാണ് ചേച്ചിയേക്കാൾ വലുത് എന്ന് നിനക്ക് പറയാൻ പറ്റുന്നില്ലാലേ? മനസ്സിലായി അച്ചു എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം അർച്ചന രുക്കുവിന് നിലവിളക്ക് കൊടുത്തപ്പോൾ രുക്കു വാങ്ങാതിരുന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അങ്ങനെ പുറത്തു നിൽക്കുകയാണ്. അതിലെല്ലാം അർച്ചനയ്ക്ക് വളരെ സങ്കടമുണ്ടായിട്ടുണ്ട്. പിന്നീട് രാത്രിയിൽ ഡൈനിങ് ടേബിളിൽ അർച്ചനയും മഞ്ജുവും ഭക്ഷണമെല്ലാം എടുത്തു വെക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനന്തനും മുകുന്ദനും വരുന്നുണ്ട്. അവരെയും ഭക്ഷണം കഴിക്കാൻ ഇരുത്തിക്കൊണ്ട് അർച്ചന ചിന്നുവിനെ വിളിച്ചു പറയുന്നുണ്ട്, ചുവിനെയും രുക്കുവിനെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വരാൻ. അങ്ങനെ ചിന്നു ഭക്ഷണം കഴിക്കാൻ അവരെ വിളിക്കാൻ പോവുകയാണ്. മുകുന്ദൻ അപ്പൊ ചോദിക്കുന്നുണ്ട്, അവര് നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോ അച്ഛനെ പറയുന്നുണ്ട്, അതിനെന്താണ്, അവർക്ക് ഇവിടെ വന്നിരിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അവര് വരുമ്പോൾ നിങ്ങൾ ഇനി ഒന്നും മിണ്ടരുത് എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചന. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.